ഹലോ ഫ്രണ്ട്സ്, കൈകളിലും കാലുകളിലും കുഴിനഖം കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നായിരിക്കും ചിരട്ട. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഞാൻ പല വീഡിയോകളിൽ ചിരട്ട കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഗേൾസിനെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചിരട്ട നമ്മൾ ഒരുപാട് വലിയതുമല്ല, എന്നാൽ ഒട്ടും ചെറുതല്ലാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം വീതി നീളം വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒട്ടും റിസ്ക് ഇല്ലാണ്ട് അത് കട്ട് ചെയ്തെടുക്കാനും കൂടി സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള ഈ ചിരട്ടയുടെ ഒരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തുണ്ടല്ലോ ആ ചകിരിയുടെ ഓരോ ഇത് കട്ട് ചെയ്ത് നിൽക്കുന്നത്, ആ ഭാഗമൊക്കെ ഒന്ന് ഞാനൊരു നല്ല തിക്കായിട്ടുള്ളൊരു സാൻഡ് പേപ്പറിൽ വെച്ച് ഉരച്ചിട്ട് ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറമുള്ള ആ ഒരു ചകിരിയുടെ നാരിൻ്റെ അതെല്ലാം പോയി കിട്ടുന്നതാണ്. അതുമല്ലെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കത്തി ഉപയോഗിച്ച് ഉരച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒട്ടും റിസ്ക് ഇല്ലാണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പേപ്പറിൽ നമുക്ക് സിമ്പിളായിട്ടത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മുറിച്ചെടുത്തുള്ള ഈ ഒരു ചിരട്ടയുടെ പീസിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഓരോ പേപ്പറിലൊന്ന് ഉരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമുക്കിത് ഇതുപോലെ ഉരച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു പീസിനെ നമുക്കതിന് രണ്ട് സൈഡിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അതുപോലെ പെൻസിൽ എടുക്കുന്നുണ്ട്. ഒരു സ്കെയിൽ വെച്ചിട്ട് അതിനൊക്കെ കറക്റ്റ് ഒരേ ലെവലിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തണം. സ്കെയിൽ വെച്ചിട്ട് ഒരേപോലുള്ള ലെവലിലാണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ഞാൻ ഇതുപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോൾസ് ഇട്ട് കൊടുത്ത് ഞാൻ ഇതുപോലുള്ളൊരു ഇരുമ്പിൻ്റെ കമ്പി നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ കരിഞ്ഞ് നമുക്ക് ഒരു വലിയൊരു ഹോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതുപോലെ ഞാൻ സ്റ്റിക്ക് അതിനും റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അത് ബാമ്പൂൻ്റെ സ്റ്റിക്കാണ്. അത് നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് മിനുസപ്പെടുത്തി എടുത്തതാണ്. നല്ല മനോഹരമായ സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്ര തിക്കുള്ള മുടിയാണെന്നുണ്ടെങ്കിലും കനം കുറഞ്ഞ മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് മുടി സെറ്റ് ചെയ്യാനായിട്ട് ഇത് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് നമ്മൾ അടുക്കളയിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ പഞ്ചസാര പാത്രത്തിൽ പലപ്പോഴും ഉറുമ്പ് ഉണ്ടാവാറുണ്ടാവും. അപ്പോൾ ഈ ഒരുപാട് ഉറുമ്പുണ്ടെങ്കിലും കുറച്ച് ഉറുമ്പുണ്ടെങ്കിലും നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. നമുക്കതിനെല്ലാം പെട്ടെന്ന് അതിനെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ട്രിക്കാണ്. അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ. ഒരു 3-4 ഗ്രാമ്പു ഇതുപോലെ പഞ്ചസാരയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതായത് ഈ ഒരു ഗ്രാമ്പു വെക്കുന്നതോടുകൂടി തന്നെ അതിലുള്ള ഉറുമ്പുകളൊക്കെ അതൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാരേൻ്റെ ബോട്ടിൽ നമ്മൾ കുറച്ച് സമയം അടച്ചു വെക്കേണ്ട, തുറന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം നോക്കുന്ന സമയത്തിന് അറിയാം ഉറുമ്പുകളൊക്കെ ആ ഒരു പഞ്ചസാരയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയിൽ വീഡിയോയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല. ഉറുമ്പെല്ലാം പോകുന്നതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ഒരു പഞ്ചസാരേൻ്റെ അടപ്പ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഉറുമ്പ് മുഴുവൻ പോയി കിട്ടുന്നതാണ് കേട്ടോ. ആ ഉറുമ്പ് പോയതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിൽ അടച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ മല്ലിയില വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ദിവസം കേടുകൂടാണ്ട് സൂക്ഷിക്കാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ മല്ലിയില ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ മല്ലിയില ഞാൻ നന്നായിട്ട് അതിൻ്റെ വേരിലുള്ള മണ്ണൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ഒരു വേര് വരുന്ന ഇത്രയും ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഇനി അത്രയും ഒഴിവാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തണ്ടിൻ്റെ ഭാഗമൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു പകുതി അത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് എത്ര ഇത് വേണോ കട്ടി വേണോ അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പൊടിയാക്കി അരിയണമെന്നൊന്നുമില്ല.
പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തുള്ള മല്ലിയിലയിൽ നമ്മൾ വെള്ളം നനവൊന്നും ഇല്ലാണ്ട് വേണം അത് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ടോ. നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നത് ഒരുപാട് ദിവസം നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ നല്ലതുപോലെ വെള്ളം നനവൊക്കെ മാറി തുടച്ചെടുത്തിട്ടുള്ള മല്ലിയിലയാണ്. അതേപോലെ തന്നെ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ജാറ് എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതാണ്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മല്ലിയില മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ എയർ ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അടപ്പും കൂടി അടച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫ്രീസറിലാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ എടുത്താലും ഇതേ ഫ്രഷോട് കൂടിയിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ ഫ്രീസറിൽ വെക്കണം എന്ന് മാത്രം. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മല്ലിയിലയുടെ തണ്ടുണ്ടല്ലോ, വേരോട് കൂടിയിട്ടുള്ള ഒരു ഭാഗം, അത് നമുക്ക് വീണ്ടും ഒരു മല്ലിയില വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കട്ടെ. ഒരുപാട് വെള്ളം വേണ്ട. നമ്മുടെ ആ ഒരു മല്ലിയിലയുടെ വേര് വെള്ളത്തിൽ നിൽക്കുന്ന അത്രയും വെള്ളം മതി. ആ തണ്ടിലേക്ക് വെള്ളം തട്ടാത്ത രീതിയിൽ വെള്ളം എടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു മല്ലിയിലേൻ്റെ ആ വേര് ഇറക്കി വെച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കുറച്ചതിന് ശേഷം മാത്രം വയ്ക്കാം. തണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മല്ലിയില പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം വളരെ കുറച്ച് മാത്രം മതി കേട്ടോ വെള്ളം. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്ന് വീണ്ടും മല്ലിയില ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോകളെല്ലാം ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലോബറി ഫേസ് പാക്ക് എന്ന് പറയുന്നത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന എല്ലാ കറുത്ത പാടുകളെയും മാറ്റാനും കരിവാളിപ്പ് മാറാനും മുഖം തിളക്കമുള്ളതും മിനുസമുള്ളതും ആവാനും മുഖം ബ്രൈറ്റ് ആവാനും കരിമങ്ങല്യം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ പ്രായ വ്യത്യാസമില്ലാണ്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, എല്ലാ സ്കിൻ ടോണിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു ഫേസ് പാക്ക് പൗഡറാണ്. നിങ്ങൾക്ക് കെമിക്കൽ ഇല്ലാണ്ട് നിങ്ങളുടെ മുഖം തിളങ്ങാനും സ്കിൻ കെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അനാർക്കലി എന്നുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ അനാർക്കലി ഹെയർ ഓയിൽ ഒരുപാട് പേര് സ്വീകരിക്കുകയും ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് തലവേദന വരാതിരിക്കാനും അതേപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും മുടി പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാനും അകാല നിര ഉണ്ടെങ്കിൽ അത് പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാനെല്ലാം സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് അനാർക്കലി. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസ് പാക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പല ആളുകൾക്കും കൈകളുടെയും കാലുകളുടെയും വിരലുകളുടെ നഖത്തിന് ഇതുപോലെ കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അതിന് നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി വേണ്ടി വരും. അത് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. വെളുത്തുള്ളിയും ചെറുനാരങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ തൊലിയും കൂടി ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഇതെടുത്തിട്ട് നന്നായിട്ട് ചെറിയ ഹോളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പരമാവധി ചെറിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങേൻ്റെ അതിൻ്റെ പുറത്തുള്ള ആ തൊലിയാണ് നമ്മൾ ചുരണ്ടി എടുക്കേണ്ടത്. ഉള്ളത്തെ അതിൻ്റെ ജ്യൂസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പുറത്തത്തെ ആ തൊലി ഒന്നിങ്ങനെ കുറച്ച് ചുരണ്ടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല. ഇതുപോലെ ഗ്രേറ്റിലിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. ചെറിയ തരികളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ചെറുനാരങ്ങേൻ്റെ തൊലിയും കൂടി രണ്ടും കൂടി ഞാനെന്താ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കണം. അതിൽ മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒന്നും എടുക്കരുത്. ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുന്നുണ്ട്, അത് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ആ ചെറുനാരങ്ങൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ മിശ്രിതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അത് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ.
നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നില്ല. നമ്മളിത് ഈ ഒരു മരുന്നിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഏകദേശം ഒരു 2.5 ടീസ്പൂൺ അളവിൽ നമുക്കിത് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു മദ്യം നമുക്ക് 2.5 ടീസ്പൂണ് ഇതിലേക്ക് ഈ ഒരു നമ്മൾ നേരത്തെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെയും ചെറുനാരങ്ങയുടെയും ആ ഒരു തൊലീൻ്റെ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാറ്റും വെളിച്ചവും തട്ടാത്ത രീതിയിൽ ഞാനത് തുണി വെച്ചതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ദിവസം നമ്മളത് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല രീതിയിൽ അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി നല്ല രീതിയിലൊരു മെഡിസിൻ്റെ രൂപത്തിലേക്ക് അത് ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൊട്ടടുത്ത ദിവസമാണ് നമ്മളിത് അത് കാലിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം, നമുക്ക് കാലിന് പൊള്ളാത്ത രീതിയിലുള്ള ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം ആ ഒരു നമുക്ക് കുഴിനഖമുള്ള ഒരു കാലുണ്ടല്ലോ, അത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം അത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ്. അപ്പോൾ നല്ല രീതിയിൽ അതിൽ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഹെൽപ്പ് ആവും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കാലൊക്കെ എടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് തലേദിവസം നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ആ ബോട്ടിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു മരുന്ന് അതിൻ്റെ നീര് മാത്രമാണെങ്കിലും അങ്ങനെ എടുക്കാം. ഇനി ആ വെളുത്തുള്ളിയുടെയും ആ ചെറുനാരങ്ങയുടെ തൊലിയും കൂടി കൂട്ടിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ആ കേടായിട്ടുള്ള നഖത്തിലേക്ക് ഞാൻ ആ ഒരു കൂട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിശ്രിതം അങ്ങനെയും നമുക്ക് ആ ഒരു നഖത്തിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല മുറിവോ അല്ലെങ്കിൽ വേദനയുള്ള പഴുപ്പൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു എരിവ് പോലെ തോന്നും. ഒരു ആ വെളുത്തുള്ളിയുടെയും ചെറുനാരങ്ങയുടെയും ആ ആൽക്കഹോളിൻ്റെ ഒക്കെ ഒരു മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നീറ്റിൽ പോലെ തോന്നും. അതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ നീറ്റിൽ ഇല്ലാതെയാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല തുണിയിലൊന്ന് കെട്ടിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അതിലുള്ള എല്ലാ ആ ഒരു ബാക്ടീരിയ ഉണ്ടാവുമല്ലോ, പുഴു പോലെ ഉണ്ടാവും, ആ പുഴുവൊക്കെ ചത്തു പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പാവും. പിന്നെ അതിലുള്ള പഴുപ്പുണ്ടെങ്കിൽ ആ പഴുപ്പ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പോകാനും വേദന ഇല്ലാതാക്കാനും അതിലുള്ള എല്ലാ തരത്തിലുള്ള അഴുക്കും പുറത്തേക്ക് പോന്ന് ആ ഒരു നഖത്തിലുള്ള ആ ഒരു വേദനയും ആ കുഴിനഖത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇത്. എനിക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് അത്രയും റിസൾട്ട് കിട്ടിയെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടുവെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ക്ലീൻ ആയി കിട്ടും. പിന്നെ നമ്മൾ തൊട്ടടുത്ത് അങ്ങനെ 2 ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നഖത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറുന്നതാണ്. പ്രധാനമായിട്ടും ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വേദന മാറും. പിന്നെ അതിൽ പഴുപ്പുണ്ടെങ്കിൽ അത് പോവും, അതിലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നഖം പഴയ രീതിയിൽ തന്നെ കേടില്ലാത്ത വേദന ഇല്ലാത്ത നഖം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.